ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തന്ത്രി അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ നൽകിയ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. കൊടിമരവും ഗോപുരവും ദേവശരീരത്തിന്റെ ഭാഗമായി തച്ചുശാസ്ത്രവിധി പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ്. കൊടിമരത്തിന്റെ ഉയരം കൂട്ടുവാനോ ഗോപുരത്തിന് സ്ഥാനചലനം വരുത്തുവാനോ വൈദ്യുതി വിളക്ക് സ്ഥാപിക്കാനോ പാടില്ല. ഇത് ദേവചൈതന്യത്തെ ബാധിക്കുമെന്നും നാടിനെ ദോഷകരമാണെന്നും കത്തിൽ പറയുന്നു. ഈ കത്തും KGS ഗ്രൂപ്പിന് ലഭിച്ച 8 അനുമതി പത്രത്തിന്റെ പകർപ്പുകളും അടങ്ങിയ രണ്ടാമത്തെ റിപ്പോർട്ടാണ് അഭിഭാഷക കമ്മീഷൻ സുഭാഷ് ചന്ദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ക്ഷേത്രഘടനയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് റിപ്പോർട്ടിൽ ആവർത്തിക്കുന്നു. ഹർജിയിൽ ക്ഷേത്രം തന്ത്രി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ക്ഷേത്രം ശില്പി എന്നിവരെ കക്ഷി ചേർക്കണമെന്ന് കക്ഷികളായ ആറന്മുള പൈതൃക ഗ്രാമകർമ്മ സമിതി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അഭിപ്രായം അഭിഭാഷക കമ്മീഷനെ അറിയിച്ചതിനാൽ തന്ത്രിയെ കക്ഷി ചേർക്കേണ്ടതില്ലെന്ന് ജസ്റ്റിസ് PR രാമചന്ദ്രൻ നായർ, ജസ്റ്റിസ് അബ്രഹാം മാത്യു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. 2 ദിവസത്തിനകം ഹർജിയിൽ വിശദീകരണം നൽകാമെന്ന് സർക്കാരും 10 ദിവസത്തിനകം നിലപാട് അറിയിക്കാമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും കോടതിയെ അറിയിച്ചു. വിമാനത്താവള നിർമ്മാണം ക്ഷേത്രഘടനയെ ബാധിക്കുമെന്ന ദേവസ്വം ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി സ്വമേധയെ എടുത്ത കേസ് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. മീഡിയ 1 കൊച്ചി.